ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീഡിയോകളിലും അതുപോലെ ഫോട്ടോകളിലൊക്കെ നല്ല ക്യാപ്ഷനായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ല ഒരു കാലിയോഗ്രാഫി ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇങ്ങനെ ക്യാപ്ഷൻ ആഡ് ചെയ്യുന്നത് കാര്യങ്ങളെന്ന്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഇനി നോക്കാം കേട്ടോ. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലൊരു ബ്രഷിൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആണോ അതവിടെ ഓപ്പൺ എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടൈം വേണ്ട, ഞാൻ വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് എനിക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫ്രം ഇമേജ് എന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. നിങ്ങൾക്ക് ഏത് ഫോട്ടോക്കാണ് നിങ്ങൾക്ക് ക്യാപ്ഷൻ വേണ്ടത് ആ ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു ബ്ലാങ്ക് ക്യാൻവാസിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഷീറ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഇഞ്ചിലാണ് കൊടുക്കുന്നത്. ഇവിടെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിനെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നുണ്ട് മേലെ. അതിനുശേഷം ഇങ്ങനെ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരും. അപ്പോൾ അടിയിലായിട്ട് ഒരു ബ്രഷിൻ്റെ ചിഹ്നം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇടത് സൈഡിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാവും കാലിയോഗ്രാഫി എന്നുണ്ടാവും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വലത് സൈഡിലായിട്ട് ഒരുപാട് ബ്രഷുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്ലോറൽ പിസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ബ്രഷ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം മേലെ ഒരു പ്ലസ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ചിഹ്നം കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ സൈസ് കൊടുക്കരുത്, ഒരു മീഡിയം സൈസിൽ ഒന്ന് ബ്രഷ് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു നോമ്പ് തുറ എന്ന് എഴുതുന്നുണ്ട്. സോറി, ഇവിടെ കളർ വേറെ ഗ്രേ കളറാണ്. അപ്പോൾ അത് വൈറ്റ് ആക്കണം. അപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് അത് പോയിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കളർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ അടിയിലൊരു ബാറുണ്ട്, ബ്രഷിൻ്റെ ബാറ്. അതിൻ്റെ ഏറ്റവും വലത് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷൻ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് സെലക്ട് ചെയ്ത് അതിനുശേഷം പുറത്തൊന്ന് ടച്ച് ചെയ്താൽ ഓക്കെ ആയി. ഇനി നമുക്ക് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണ്ട് ഒന്നുകൂടി ജസ്റ്റ് കൂട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് ഇനി നമുക്കിവിടെ എഴുതാം നോമ്പ് തുറ. നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കയ്യക്ഷരത്തിനനുസരിച്ച് അടിപൊളിയാക്കി എന്ത് വെറൈറ്റി നിങ്ങൾക്ക് ഇവിടുന്ന് എഴുതിയെടുക്കാൻ കഴിയും. ജസ്റ്റ് ഒന്ന് നമുക്ക് മഴ എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ഫോട്ടോക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ എഴുതി കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ എഴുതിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി ഇത് എങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് കാണിക്കട്ടോ. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് VN ആപ്പാണ് കേട്ടോ. അപ്പോൾ VN ആപ്പിനെ കുറിച്ച് ഞാനൊരു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലിപ്പുകളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് ഇതിൽ എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ബാറിൻ്റെ തൊട്ട് മേലെയുള്ള ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണാം നമുക്ക് വീഡിയോ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതി വെച്ച ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഈ നോമ്പ് തുറ മാത്രം ഇവിടെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഇതിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ സെലക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നോമ്പ് തുറ എന്നുള്ളതാണ് ഡിസ്പ്ലേ കാണുന്നത്, അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ടോട്ടലി സെലക്ഷൻ വന്നിട്ടുണ്ടാകും. അതിനുശേഷം അടിയത്തെ ബാർ ഇങ്ങനെ സൈഡിലേക്ക് നീക്കിയാൽ
നമുക്കിതിൽ ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടണ് ജസ്റ്റ് ഇങ്ങനെ നീക്കിയിട്ട് സൈഡിലേക്ക് ബ്ലാക്കിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ചാൽ ആ ബ്ലാക്ക് കളർ അവിടെ റിമൂവ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഈ നോമ്പുതുറൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.